തലചായ്ക്കാൻ ഇടമില്ലാതെ ദുരിതത്തിലായ കുടുംബത്തിന് മക്കളുടെ രോഗപീഠകളും തിരിച്ചടിയായി. കഞ്ഞിക്കുഴി പഞ്ചായത്ത് വെൺമണിയിലാണ് കരളലിയിപ്പിക്കുന്ന ഈ കാഴ്ച. വെൺമണി സ്വദേശി ചിറ്റടിയിൽ ബിനോയ്, സ്മിത ദമ്പതികളാണ് 4 മക്കളുമായി ദുരിത ജീവിതം നയിക്കുന്നത്. കഞ്ഞിക്കുഴി വെൺമണി സ്വദേശി ചിറ്റടിയിൽ ബിനോയും കുടുംബവും ഒരു വീടിനായി മുട്ടാത്ത വാതിലുകളില്ല. കഞ്ഞിക്കുഴി പഞ്ചായത്തിലും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലുമെല്ലാം നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും ഇവർക്ക് വീട് ലഭിച്ചില്ല. പ്ലാസ്റ്റിക് കെട്ടിമറച്ച ഷെഡിൽ ഇഴജന്തുക്കളോട് പോരാടി വീടിനുള്ളിൽ ഉറങ്ങാതെ കഴിയുകയാണ് ഈ കുടുംബം. നിർധന കുടുംബമായ എനിക്ക് ഈ വീട് പ്ലാസ്റ്റിക്കും പടുതയും കെട്ടി വീടിന് വേണ്ടി അപേക്ഷ വെച്ച് പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണമോ ഒന്നും വന്നിട്ടില്ല. 4 കുഞ്ഞുങ്ങളാണ് എനിക്ക്. അവർ 2 പേര് നിത്യരോഗികളായിട്ട് അവർ ചികിത്സയായിട്ട് ഏത് സമയം തന്നെ ആശുപത്രി കടന്നു പോകാനൊക്കെ ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പടുത ഷെട്ടും കെട്ടി ഈ പാട്ട പെരയ്ക്കകത്തോടെ എപ്പോഴും തന്നെ പഴുതാരയും പാമ്പും തേളും ഒക്കെ ഭയങ്കര ശല്യമാണ്. തേള് കഴിഞ്ഞ വർഷം കുഞ്ഞിനെ കുത്തുവാനിടയായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് അന്വേഷണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പ്ലാസ്റ്റിക്കും പടുതയും കെട്ടി ഈ പെരയ്ക്ക് 500 രൂപ കരമാണ് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അധികാരിയുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് പെരയുടെ ഭാഗങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു അധികാരി ഒന്നും അന്വേഷിക്കാൻ പോലും ഒരു വീട്ടിലേക്ക് 5 വർഷമായിട്ട് ആരും ഇറങ്ങി വന്നിട്ടില്ല. മൂത്ത ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും ഉൾപ്പെടെ 4 മക്കളാണ് ബിനോയ്, സ്മിത ദമ്പതികൾക്കുള്ളത്. ഇതിൽ 2 പെൺകുട്ടികൾ സ്ഥിരമായി രോഗബാധിതരാണ്. കൂലിവേലക്കാരനായ ബിനോയിയുടെ മാത്രം വരുമാനത്തിലാണ് കുട്ടികളുടെ ചികിത്സയും കുടുംബച്ചെലവും മുന്നോട്ടു പോകുന്നത്. രോഗം ബാധിച്ച മക്കളുടെ പരിചരണം ഉൾപ്പെടെ ചുമതല കൂടി ഉള്ളതിനാൽ മാതാവ് സ്മിതയ്ക്ക് മറ്റു ജോലികൾക്ക് പോകാനും കഴിയാതെയായി. രോഗികളായ കുട്ടികളെ ഉൾപ്പെടെ സംരക്ഷിക്കാൻ വാസയോഗ്യമായ വീടില്ലാത്തതാണ് ഈ കുടുംബം നേരിടുന്ന പ്രധാന പ്രശ്നം. ഇഴജന്തുക്കളുടെയും മറ്റ് ക്ഷുദ്രജീവികളുടെയും ആക്രമണം മൂലം മാതാപിതാക്കൾക്ക് രാത്രികളിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. രോഗദുരിതത്തിൽ നിസ്സഹാരായി നിൽക്കുമ്പോഴും സർക്കാർ സഹായം ലഭ്യമാകാത്തതിനാൽ ഈ കുടുംബം എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് ഇരുവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.